നമസ്കാരം കൂട്ടുകാരെ, ജോബ്സ് ഫോർ യു എന്ന ചാനൽ ഇപ്പോൾ നിലവിലില്ല. പകരം ലൈഫ് ഓഫ് വേവ്സ് ആണ്. ലൈഫ് ഓഫ് വേവ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് UPSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് കുറച്ച് ഡിലേ ആയി. ഇതിൽ കുറച്ച് വർക്കിലായതുകൊണ്ട് ഇത് ഡിലേ ആയതാണ്. സോ ക്ഷമിക്കണം. ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയി കൊണ്ടിരിക്കും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ NDA, അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാഷണൽ നേവൽ അക്കാഡമി, അവരുടെ എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്. ഡേറ്റ് 20/12/2023 വിളിച്ച എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 9/1/24. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് NDAയിൽ 208, 10 ഫീമെയിൽ വേക്കൻസീസ് ആർമിയിൽ വിളിച്ചിട്ടുണ്ട്. നേവിയിൽ 42 പ്ലസ് 12 അതിൽ 12 പേര് ഫീമെയിലാണ്. എയർഫോഴ്സിൽ 92, ഫ്ലൈയിങ് സ്ക്വാഡിൽ 92 വേക്കൻസി, അതിൽ 2 ഫീമെയിൽ കാൻഡിഡേറ്റ്. ഗ്രൗണ്ട് ടെക്നിക്കലിൽ 18 വേക്കൻസീസ്, അതിൽ 2 ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഗ്രൗണ്ട് ഡ്യൂട്ടി 10, അഗൈൻ 2 ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. നേവൽ അക്കാഡമി 10+2 കേഡറിലേക്ക് 30 വേക്കൻസി, അതിൽ 9 ഫീമെയിൽ കാൻഡിഡേറ്റ്. ടോട്ടൽ 400 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടുണ്ട്. കേരളത്തിൽ വേറെ എവിടെയാണ് ഉള്ളത് നോക്കാം നമുക്ക്. കേരളത്തിൽ കോഴിക്കോട് കാണുന്നുണ്ട്. പിന്നെ നോക്കാം, തിരുവനന്തപുരമുണ്ട്. കൊച്ചി ഉണ്ടാകേണ്ടതാണ്, പക്ഷെ കൊച്ചിയുമുണ്ട്. യെസ്, കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നീ ജില്ലകളിലാണ് കേരളത്തിൽ സെൻറ്റർ കൊടുത്തിരിക്കുന്നത് എക്സാമിനേഷന് വേണ്ടിയിട്ട്. എലിജിബിലിറ്റി നോക്കാം. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇത് ഏജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2 ജൂലൈ 2005, നോട്ട് ലേറ്റർ ദാൻ 2008, 1 ജൂലൈ. ഓക്കെ, സോ ഏജ് അതിന് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്നെല്ലാം പറയുന്നത്. സോ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയാണ് വരുന്നത് കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ SC/ST കാൻഡിഡേറ്റ്സ് ആൻഡ് JC NCO അങ്ങനെയുള്ള കുറേ കാൻഡിഡേറ്റ്സിന് അവർ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഉള്ളവർക്ക് 100 രൂപയാണ് പേയ്മെൻറ്റ്. ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഇതിലിടാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നോക്കാം. നിങ്ങൾക്ക് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 117 പേജുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. joining indianarmy.nic.in എന്ന വെബ്സൈറ്റിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ജാനുവരി 9 മുമ്പ് അപ്ലൈ ചെയ്യേണ്ടതാണിത്. ജാനുവരി 9 മുമ്പ് അപ്ലൈ ചെയ്യണം. നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞു 10+2 എൻട്രി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ എൻട്രി ആണ്, അതിന് പറയുന്നുണ്ട്. നമുക്കിനി കൂടുതൽ ക്വാളിഫിക്കേഷൻസിലേക്ക് നോക്കാം. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ആർമി വിങ് നാഷണൽ ഡിഫൻസ് അക്കാഡമിക്ക് 10+2 ആണ്. 12th പാസ്സായിരിക്കണം. ഫോർ എയർഫോഴ്സ് അതെല്ലാം 10+2 ആണ്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് 10+2 പാറ്റേണിൽ പാസ്സായിരിക്കണം. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി. ഇതിൽ സെലക്ട് ചെയ്ത കൂട്ടുകാരെ അവർ 2024 ഡിസംബറിനുള്ളിൽ SSB അങ്ങനത്തെ എക്സാംസിനൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. സോ NDA അതായത് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യുക. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഫീസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ. A certificate of eligibility for fee exemption is required for the obtaining by all such candidates from principals concerned individually and produced for verification at the time of SSB test interview by the candidates who are declared qualified for the SSB test or interview.
ഓക്കെ. 2 സ്റ്റേജ് ഇൻ്റർവ്യൂ എല്ലാം വരുന്ന ഒരു വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് SSB. സോ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഗ്രാബ് ചെയ്യണം വിത്ത് ബോത്ത് ഹാൻഡ്സ് ആൻഡ് ഡു ദ ബെസ്റ്റ്. 400 വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഉറപ്പായും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് കൂട്ടുകാർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയും. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഇതിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് നോർമൽ കേഡർ അല്ല, അതായത് അത്യാവശ്യം നല്ലൊരു ഓഫീസർ റാങ്കിലേക്ക് കയറാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ SSB ഓർ NDA ഓപ്പർച്യൂണിറ്റി. സോ താങ്ക് യു എവരി വൺ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് കാണുന്നുണ്ട്, ആരും ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്യുന്നില്ല. സോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാനുള്ള ഒരു ഇത് വരിക, ഒരു ഇൻട്രസ്റ്റ് വരിക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.